ഹായ് ഗൈസ്. അപ്പോൾ കുറേ കാലമായി ഞാൻ ഫുൾ വീഡിയോ ഇട്ടിട്ട് എങ്ങോട്ട് പോകുമ്പോഴും സ്റ്റാർട്ടിങ് എടുത്ത് വെക്കും, പക്ഷെ ബാക്കി ഞാൻ എടുക്കാൻ മറന്നു പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഫുൾ വീഡിയോ ഇടാത്തത്. അത് ചോദിച്ചിട്ടില്ല, എന്നാലും ഞാൻ പറയാം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ 7ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച അനസിൻ്റെ കല്യാണമാണ്. അപ്പോൾ പൊതുവേ ഞാൻ നാട്ടിൽ കല്യാണത്തിനൊക്കെ ഞാൻ വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും, ക്യാമ്പസിൽ ആയിരിക്കും, മീൻസ് മിക്കവാറും ആൾക്കാർ കല്യാണ സമയത്തൊക്കെ. അപ്പോൾ എനിക്ക് ഇപ്പോൾ നാട്ടിലെ കല്യാണങ്ങളൊന്നും അങ്ങനെ അധികം കൂടാൻ പറ്റാറില്ല. സോ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത് കാരണം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വ്ളോഗ് എടുക്കാം. സോ ഞാൻ പോവാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇനി മഴയാണ്, അതാണ് പിന്നെ ഉള്ള ഒരു ചടപ്പ്. പിന്നെന്താ, ഇനി ഞാൻ എല്ലാവരും കാണിച്ചു നോക്കട്ടെ, ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചു തരാം. ബാക്കി ഔട്ട്ഫിറ്റ് കാണിച്ചു തരണ്ടേ? ഇതാണ് ഞങ്ങൾ ഓഡിറ്റോറിയം. കണ്ടപ്പോൾ ചീർപ്പോ കണ്ടോ വന്നത് സ്നേഹ അനുഷ കണ്ടോ, ഇവിടെ കണ്ണാടി ഉണ്ട്. നോക്കിയിട്ടാണ് ഞങ്ങൾ ഒരുങ്ങണത്. എന്താ അഭിനയാണ് ഗൈസ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്ര നേരത്തെ പരിപാടിക്ക് വരുന്നത്. ആരും എത്തിയിട്ടില്ല, ഞങ്ങളാണ് ആദ്യം കല്യാണത്തിന് എത്തിയ ആൾക്കാർ. ഗൈസ്, കുറേ സമയം വെറുതെ ഇരിക്കേണ്ടി വരുന്നതിനാൽ ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തരാം. മീറ്റ് ഡോക്ടർ അനുഷ. ഞങ്ങൾക്ക് സ്കൂളിലൊപ്പം പഠിച്ചതാട്ടാ. ഞങ്ങൾ ഏത് ക്ലാസ്സിലൂടെ ഒപ്പം പഠിച്ചു? ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ. അപ്പം ഞാനോ? ഞാൻ വേറെ ക്ലാസ് ആയിരുന്നു ഗൈസ്. സോറി, ഞാൻ 4ാം ക്ലാസ് വരെ ബി ക്ലാസ്സിലായിരുന്നു. പിന്നെ എ ക്ലാസ്സിൽ വലിഞ്ഞു കയറി വന്നു. ഇല്ല, എന്ത് ചെയ്യാനാ, നല്ല നല്ല ആൾക്കാരെപ്പോഴും അങ്ങനെയാണ്. ഓൾറെഡി നല്ല ആൾക്കാരായതുകൊണ്ട് അവിടെ തന്നെ പിന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത്, പിന്നെ ഞങ്ങൾ 10ാം ക്ലാസ് വരെ ഒരു സ്കൂൾ. ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഗേൾസിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഇത് ആതിര, ഇത് സ്നേഹ. ഈ വ്ളോഗ് നിങ്ങൾ 4 മുഴുവൻ കാണണം, മനസ്സിലായില്ലോ? വേറെ ആരും കണ്ടില്ലെങ്കിലും അങ്ങനെ കാണണം. ഈ ചോറ് വിളമ്പിയിട്ട് വേണം ചോറുമാൻ, അതിനുള്ള കാത്തിരിപ്പാണ്. ഗൈസ്, ആദ്യം ഒരു സ്നാപ്പ് എടുത്ത ആതിര തള്ള വൈബ്. ഗൈസ്, 2 ചോറുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നും എടുക്കല്ലോ. ഗൈസ്, ഞങ്ങൾ ചോറ് തിന്നു കേട്ടോ. ചോറിനപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ തിന്നു എല്ലാവരും. ചോറിനെടുത്തില്ല, അനുഷാൻ എടുത്തിക്കണേ. ഞാൻ വെള്ളം കുടിച്ച് അങ്ങോട്ട് അടുത്തത് ഞങ്ങൾ ആരും കല്യാണം വിളിച്ചിട്ടില്ലടി. ഇത് കാണുക. ഗൈസ്, ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം കുറേ കാലത്തിന് ശേഷമാണ് സ്കൂളിൻ്റെ സൈഡ്.
ബസ്സിൽ കാണലുണ്ട്. ഞങ്ങൾക്ക് ഞാൻ കൊറേ പരിസരത്തേക്ക് വരുന്നു കണ്ടാ ഓരോന്നും വേണേ പോവാൻ കുഴപ്പമില്ല. എൻ്റെ അനിയൻ നന്ദൂര് പനിയാണ് ഗൈസ്. അപർണ്ണുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് ഈ വഴിയൊക്കെ ഞങ്ങൾ പണ്ട് കാലത്ത് ചെരുപ്പ് പൊട്ടി ഗൈസ്. പണ്ട് കാലത്ത് ഞങ്ങൾ ഇതിലൂടെ നടന്നു പോയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തിട്ടാ. അനുഷ സംസാരിക്ക്, സ്കൂളിനെ പറ്റിയുള്ള മെമ്മറീസ് പറ. എൻ്റെ വ്ളോഗിൽ എന്തെങ്കിലും കണ്ടാ ആദ്യം ഇങ്ങനെ ഒന്നും അല്ലേന്നു. ഇവിടെ നിന്ന് ക്ലോസ് ആടോ. അപ്പുറത്ത് ഫ്രണ്ട് പോയേക്കാലോ. പോണോ? എന്നിട്ടോ പറഞ്ഞോ ഞങ്ങൾ ക്ലാസ് എവിടെ പറഞ്ഞെടുക്ക്. അവിടെ 6th ഉണ്ടായിരുന്നു, ഇവിടെ 10th അല്ലേ, ഇവിടെ 8th അല്ലേ, പിന്നെ 10th. ഞാൻ പക്ഷെ വന്നപ്പോ ഇവിടെ 6th ഒക്കെ തുറന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കുറെ കാലം വരെ ഇവിടെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ. എന്നിട്ട് എന്താ പറയാ, പക്ഷെ നല്ല രസമായിരുന്നു ഇവിടെ. പക്ഷെ ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല. മിൻ ടീച്ചർ മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് പോയി. ഇവിടെ ഞങ്ങളുള്ള സമയത്തുള്ള കുറച്ച് ഹൈലൈറ്റ് ബാക്കിയുള്ള വിഷമാവോ അറിയില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. മിനി ടീച്ചർ, ഹരീഷ് സാറ്, സലീം സാറ്, പിന്നെ ആരാ അൻവർ സാറ്, പിന്നെ ആരൈഡിയ പത്മനാഭൻ സാറിന്റെ ഐഡിയ ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഗൈസ്. ഞങ്ങൾ കുറെ നല്ല ആഗ്രഹമുണ്ട് പത്മനാഭൻ സാറിനെ ഒന്ന് കാണണം. കാരണം ഞങ്ങൾ ഇവിടെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരു മമ്മൂട്ടി ഉണ്ടായിരുന്നു. മമ്മൂട്ടിനെ പോലെയാണ് അഷ്കർ സാറിനെ കാണാൻ. അപ്പൊ ആർക്കെങ്കിലും അഷ്കർ സാറിനെ പത്മനാഭൻ സാർ മലയാളത്തിന്റെ പത്മനാഭൻ സാറിനെ കാണുന്നത് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. സോ ഈ വ്ളോഗുകാരുടെ ആർക്കെങ്കിലും അവരൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കണക്ട് ചെയ്ത് തരണം. അഷ്കർ സാർ എവിടെയാണോ? അഷ്കർ സാർ എവിടെയാണെന്ന് അറിയില്ല. സോഷ്യൽ സയൻസിന്റെയാണ്. മമ്മൂട്ടി തന്നെ ശരിക്കും മമ്മൂട്ടി. ഒരു കാല് വെച്ചാൽ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടാ. എന്നിട്ട് ഒരു കാല് വെച്ചാല് കഴിഞ്ഞു, സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് പോയി അയാള്. അങ്ങനെയൊക്കെയാണ്. പേപ്പറായിട്ട് വരും ക്ലാസ്സിക്കല്ലേ. അത് മൊത്തം ഒരു ചാപ്റ്റർ മൊത്തം മടക്കിയിട്ട് അതിൽ എഴുതിയിട്ട് വരും. എന്നിട്ട് അത് നമ്മളെ നോട്ടിക്ക് എഴുതും വേണം. നല്ലതായിരുന്നു. ചെരുപ്പ് പൊട്ടി. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഗൈസ് ഇത്ര നേരം സംസാരിച്ചിട്ട് രണ്ടാൾക്കും അത്രയും ആഗ്രഹം കാണാൻ പത്മനാഭ സാറിനെയാണ് പറയണത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആഗ്രഹമുണ്ട് സാറിനെ കാണാനൊന്ന്. സാറ് മറ്റേ സ്പെഷ്യൽ ക്ലാസ് എടുക്കൂല, എന്നിട്ട് നമുക്ക് തിന്നാൻ വേണ്ടിട്ട് ഒരു 10 കൊല്ലം മുന്നേ ആളെ മലയാളം പഠിപ്പിച്ചു. സാറ് വരും, എന്നിട്ട് സ്പെഷ്യൽ ക്ലാസ് നല്ല രസം. പുള്ളിയുടെ സൗണ്ട് ഇട്ടാ ഭയങ്കര അടിപൊളി സൗണ്ട് അല്ലേ. മലയാളം സൂപ്പറായിട്ട് പഠിപ്പിക്കും. എല്ലാരും സൂപ്പറായി പഠിപ്പിക്കും. പക്ഷെ നന്നായി പാട്ട് പാടും. നല്ല സൗണ്ടാണ്. ദേശീയഗാനല്ല, പ്രാർത്ഥന. സാർ എഴുതിയൊരു പ്രാർത്ഥന, ചന്തമേറിയ പൂ. ഇപ്പോഴും പാടും എന്റെ കോളേജിൽ. പക്ഷെ സൂപ്പറായിരുന്നു ഗൈസ്. പിന്നെ മറ്റേ UP സ്കൂളത്തെ ടീച്ചർമാരല്ലേ, ഓലൊന്നും ഓർമ്മയില്ല. അപ്പൊ ആരുമില്ല അവിടെ. ഷീജ ടീച്ചർ ഉണ്ട് നമ്മളെ സാൽബി ടീച്ചർ ഇടക്ക് പ്രാവശ്യം കണ്ടിരുന്നല്ലോ. പണ്ട് 4 മണിയാകുമ്പോ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും ചെറിയ കുട്ടികളൊക്കെ. എന്നിട്ട് ഇതാണ്ട് തുറക്കുമ്പോ ഉന്തി തള്ളേണ്ടി വരും. ഇവിടെ ഒരു മദ്രസ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടുത്തെ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് അറിയുന്നു. മദ്രസ പ്രാർത്ഥന പാടടി. അതല്ല ഇവര് പാടുന്നൊരു പ്രാർത്ഥന ഉണ്ട്. ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്. രാവിലെ വരെ കേൾക്കാം. ഇതാണ് ഞങ്ങൾ 7ാം ക്ലാസ്.
അങ്കണവാടി. ഇതാണ് ഞങ്ങൾ സ്കൂളിൻ്റെ GGVS ഭയങ്കര ഇതാണ് ഞാൻ പറഞ്ഞ മിനി ടീച്ചർ, ഞങ്ങളെ മലയാളത്തിന്റെ സ്വന്തം. ഇനി കുറെ ആൾക്കാരെ കണ്ടെത്താണ്ട്. ഇതാണ് എന്റെ സ്കൂൾ ഗൈസ്. ഞാൻ ഈ ചെരുപ്പ് എടുത്തു, പക്ഷെ ഇത് രസമുണ്ട്. ചെരുപ്പ് പൊട്ടിയില്ലേ, അപ്പോ രണ്ടാമത്തെ ഒരു ഓപ്ഷനായിരുന്നു ഈ ചെരുപ്പ്. ഇത് സൂപ്പർ ആട്ടാ. പക്ഷെ ഞാൻ മറ്റതെടുത്തു. ഗൈസ് മഴ പെയ്തു. അപ്പം ഞങ്ങള് മഴ പെയ്ത് 3 ആളും ഒരു കൊടയിലാണ് പോകുന്നത്. ബൈ 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 ബൈ.